ഹായ്, ഞാൻ നിതിൻ. വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ഇന്ന് നമ്മളുകൂടെ ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരു ഗിഫ്റ്റഡ് ഡയറക്ടറാണ് അദ്ദേഹം. ബാക്ക് ടു ബാക്ക് ഹിറ്റിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു പടം ഇറക്കിയിരിക്കുകയാണ്. അത് നല്ല റിപ്പോർട്ട്സ് ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടാം. ദ വൺ ആൻഡ് ഓൺലി ലാൽ ജോസ്. വെൽക്കം സർ, വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. സോ ഫസ്റ്റ് തിങ് എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, ഈ പടം ഇറങ്ങിയതിന് ശേഷം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും സാറിൻ്റെ സ്റ്റേറ്റസ് ഉണ്ട്, താങ്ക് ഗോഡ്, ഫേസ്ബുക്കിൽ. അപ്പോൾ ഈ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സിന് ശേഷം ഇതും ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. സോ വാട്ട് ഇസ് ദ ഫീലിംഗ് റൈറ്റ്? ആശ്വാസമാണ് ശരിക്കും. സന്തോഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആശ്വാസം എന്നുള്ള വാക്കാണ് കറക്റ്റ് ആവുക. കാരണം ചെയ്ത സിനിമകൾ ലക്ഷ്യം കണ്ടു, അതിൽ അഭിനയിച്ച ആളുകൾക്കും അതിൽ ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടായി. സർവോപരി അതിൻ്റെ നിർമ്മാതാക്കൾക്ക് മുടക്കിയ കാശ് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. അതൊക്കെയാണ് ഒരു സംവിധായകൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ ഇതൊരു പ്രഷറാണ്. ഈ ഹിറ്റ്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പടം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ഭയങ്കര ആഡ് പ്രഷറാവും? ഇല്ലില്ല, ഞാൻ ഒരു സിനിമയുടെ വിജയവും പരാജയവും ഞാൻ കൊണ്ടു നടക്കാറില്ല. അത് റിലീസ് ചെയ്ത ഒരാഴ്ച കഴിയുന്നതോട് കൂടിയിട്ട് അത് നമ്മുടെ ഹാങ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അടുത്ത സിനിമയുടെ കാര്യങ്ങളും അടുത്ത സിനിമയുടെ കാസ്റ്റിങ്ങും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ സ്ലോലി കയറും. അപ്പോൾ പിന്നെ ഇതൊരു വിഷയമാവില്ല. പിന്നെ ആ സിനിമയാണ് നമ്മുടെ പ്രശ്നം. സാർ, ഈ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്ന് വെച്ചാൽ, സാർ മുമ്പ് ഇപ്പോൾ കൊല്ലത്തിലൊരു സിനിമ അങ്ങനെ ആ രീതിയിൽ ചെയ്തു തന്നെയാണ്. ഇപ്പോൾ പക്ഷേ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ സാർ ഫിലിം ഡെലിവറി ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. ബട്ട് അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണ്? ആക്ച്വലി മുൻപ് വർഷത്തിലൊരു സിനിമയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം ഒരു സിനിമ കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയുടെ കഥയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കാറ്. ഇടക്കാലത്ത് എനിക്കൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. ഒരു 2011 സിനിമ ഇറങ്ങിയിട്ടില്ല. എൻ്റെ പേരിലൊരു സിനിമ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം സിനിമ ചെയ്യാത്തതുകൊണ്ടല്ല, ചെയ്ത സിനിമകൾ പലതും റിലീസായില്ല. സ്പാനിഷ് മസാല റിലീസാവാൻ ലേറ്റായി. അതിനു മുമ്പ് എൽസമ്മയാണ് കറക്റ്റായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു സിനിമ. നീലത്താമര ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് റിലീസായത്. അതിനു മുമ്പ് ഒരു 1.5 വർഷം ഒരു മഴ വരെ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആയിട്ട് 1.5 വർഷം ബ്ലോക്കായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ഇൻ്റർവെൽസിൽ അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് ഞാൻ കഥകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അപ്പോൾ ആ ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ട് പാരലലി കുറേ സിനിമകൾ, കുറേ സബ്ജക്ട്സ്, സ്ക്രിപ്റ്റ് റെഡിയായി. അപ്പോൾ ആ റെഡിയായ സ്ക്രിപ്റ്റുകൾ പിന്നെ അതൊക്കെ ചെയ്യേണ്ടിയിരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് അതെല്ലാം അക്യുമുലേറ്റഡ് ആയിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ട അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല, ഒരു സബ്ജക്റ്റ് റെഡി ആയിട്ട് നമ്മൾ ഒരുപാട് കാലം വെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമ വന്നാൽ പലർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനൊക്കെ വേറെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്ത റൈറ്ററുടെ അധ്വാനം വേസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര വേഗം അത് മെറ്റീരിയലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഈ സ്പീഡ് കുറയും. കാരണം നേരത്തെ തയ്യാറാക്കി വെച്ച സ്ക്രിപ്റ്റുകൾ അവസാനിക്കും. അപ്പോൾ പിന്നെ വീണ്ടും പഴയ പോലെ. ഇപ്പോൾ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. അപ്പോൾ എനിക്കൊന്ന് ഒരു ഗ്യാപ്പിന് ശേഷം വില്ലേജ് മില്ലിയിൽ എടുക്കുന്ന ഒരു പടമാണ്. അപ്പോൾ സാറിൻ്റെ മൈൽ സ്റ്റോൺ ഫിലിം എന്ന് പറഞ്ഞാൽ മീശമാധവൻ വില്ലേജ് മില്ലി ഫിലിമാണ്. അപ്പോൾ അതിലത്തെ 3 ഘടകങ്ങൾ, ലാൽ ജോസ്, വിദ്യാസാഗർ, എസ് കുമാർ, അതും ഈ പടത്തിലുണ്ട്. സോ എനി ടൈം എപ്പോഴെങ്കിലും ഡ്രോ ചെയ്തൊരു കമ്പാരിസൺ ഈ ഫിലിംസ് തമ്മിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു അങ്ങനത്തെ വല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു? ഞാൻ ആളുകൾ അത്തരത്തിലുള്ളൊരു സിനിമ എക്സ്പെക്ട് ചെയ്യണം തന്നെയാണ് ആഗ്രഹിച്ചത്. കാരണം കഴിഞ്ഞ 3 സിനിമകൾ അർബൻ പശ്ചാത്തലത്തിലുള്ള സിനിമകളായിരുന്നു. പിന്നെ വേറെ സ്വഭാവമുള്ള സിനിമകളായിരുന്നു, ഗൗരവ ആയിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഉള്ളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ ടേസ്റ്റിലുള്ള എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് മ്യൂസിക്, നല്ല ഫോട്ടോഗ്രാഫി, അതെ, ഹ്യൂമറും ഒക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഫോട്ടോഗ്രാഫി നടക്കുന്നുണ്ടായിരുന്നു ഈ സിനിമകളിലൊക്കെ. പക്ഷെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ തരം. ഇപ്പോൾ ഡയമണ്ട് നെക്ലസിലൊക്കെ നല്ല പാട്ടുകളുണ്ടായിരുന്നു, അയാൾ ഞാൻ തമ്മിൽ നല്ല പാട്ടുകളുണ്ടായിരുന്നു, ഇമാനുവലിലും നല്ല പാട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ സ്വഭാവം വേറെയായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു സിനിമ ചെയ്തിട്ട് കുറേ കാലമായി. പിന്നെ ഈ കഴിഞ്ഞ 3 സിനിമകൾ ചെയ്യാൻ എനിക്ക് ശക്തി തന്നത് എൻ്റെ പാസ്റ്റിൽ ഞാൻ ചെയ്ത ഈ പുള്ളിപ്പുലികളുടെ ജോണറിലുള്ള സിനിമകൾ ചെയ്തിട്ടാണ് ഞാൻ ലാൽ ജോസ് ആയത്. മറവത്തൂർ കനവായാലും, ചന്ദ്രനുദിക്കുന്ന ദിക്കിലായാലും, മീശമാധവനായാലും, ചാന്തുവട്ടായാലും, എൽസമ്മയായാലും ഒക്കെ, നീലത്താമരൊക്കെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥകളായിരുന്നു. അത് സക്സസ് ആവാനുള്ള ഒരു റീസൺ ഞാനൊരു ഗ്രാമീണനാണെന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്ത
അർബൻ പശ്ചാത്തലത്തിലുള്ള സിനിമകളിൽ പോലും ഗ്രാമീണനായ ഒരു ലാൽ ജോസിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കഥാപാത്രങ്ങളുടെയൊക്കെ മനസ്സ് ഗ്രാമീണൻ്റെ തന്നെയായിരുന്നു, പക്ഷെ പശ്ചാത്തലം നഗരങ്ങളായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് ഞാനും കാത്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു, വീണ്ടും പഴയൊരു ഒന്ന് ഫ്രീക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു കാര്യം. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അത്തരം കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാസാഗറാണെങ്കിൽ സംഗീതത്തിൽ ഫോക്ക് സംഗീതത്തിൻ്റെ ഒരു മാസ്റ്ററാണ്, മെലഡീസിൻ്റെ ഒരു മാസ്റ്ററാണ്. എസ് കുമാർ സാറാണെങ്കിലും ഈ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു കിങ്ങാണ്. അപ്പോൾ അവരുമായിട്ട് വീണ്ടും ഒത്തുകൂടുക, ഒരുമിച്ച് ഒരാളുടെ നല്ല സംഗീതവും മറ്റൊരാളുടെ നല്ല ഫോട്ടോഗ്രാഫിയും ഉള്ളൊരു സിനിമ വിത്ത് സിദ്ധരാജൻ്റെ നല്ല ഹ്യൂമറുള്ളൊരു സബ്ജക്റ്റും, ഗ്രാമം എന്ന് പറയുന്നതും ഗ്രാമീണരുടെ മനസ്സും എനിക്ക് വളരെ അടുത്തറിയുന്ന കാര്യമാണ്. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്തൊരു സിനിമയാണ്. ഇതിൻ്റെ കാസ്റ്റ് ഇപ്പോൾ ചാക്കോച്ചൻ മെയിൻ ലീഡ് ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളി ഒരു കുട്ടനാട്ടുകാരനാണ്. അത് ശരിക്കും ഒരു ഘടകമായിരുന്നു കാസ്റ്റ് ചെയ്യുന്നതിൽ. ഒരു ഗുണമായിരുന്നു. പല സീനുകളും ആലോചിക്കുമ്പോൾ നമുക്ക് ധൈര്യം തന്നത് അദ്ദേഹം ഒരു കുട്ടനാട്ടുകാരനാണെന്നുള്ളതാണ്. ഇത് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു കൊച്ചു കൊതുമ്പ് വെള്ളത്തിൽ അദ്ദേഹത്തിനെ കുറേ പേര് ചേസ് ചെയ്യുന്നതും പുള്ളി വരുന്നതാണ്. അപ്പം അത് ചാക്കോച്ചന് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദിലീപ് നന്നായിട്ട് വള്ളമൊക്കെ തുഴയുന്ന ആളാണ്, പക്ഷെ ഇങ്ങനൊരു വള്ളത്തിൽ ദിലീപിനും അത്ര എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഇതൊരു കുട്ടനാട്ടുകാരൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ബാക്കി കാസ്റ്റ് ഇപ്പോൾ 3 പുലികളിലുണ്ട്. അപ്പോൾ അവർ എനിക്കൊന്ന് ലാൽ സാറിൻ്റെ ഫിലിമിൽ അഭിനയിക്കാത്ത ആൾക്കാരാണ് 3 പേര്. അവരെ കാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ജോജു അഭിനയിച്ചിട്ടുണ്ട്. ജോജു ആദ്യം ഒരു ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നത് എൻ്റെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിലൊരു വരി പാട്ടൊക്കെ പാടുന്നുണ്ട്. ഷിജുവും ഇർഷാദും എൻ്റെ ദീർഘകാല സുഹൃത്തുക്കളാണ്. 10-12 വർഷമായിട്ട് എനിക്ക് അവരെ പരിചയമുള്ളതാണ്. പക്ഷെ അവർക്കൊന്നും എൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പുലികളുടെ കാര്യം ആലോചിച്ചപ്പോൾ ആദ്യം വേറെ സീനിയർ ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ ഒരു എൻ്റെ സിനിമകളിലെങ്കിലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇവരെ ആലോചിച്ചത്. പിന്നെ ഒരേ ശരീരപ്രകൃതിയുള്ള 3 പേരായിരിക്കണം കിട്ടണം. പിന്നെ ഇവരെ കണ്ടാൽ ഇത്തിരി കുഴപ്പക്കാരാണെന്ന് തോന്നിപ്പിക്കാൻ പറ്റണം. എന്നാൽ ചാക്കോച്ചൻ്റെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു സൗന്ദര്യം അവർക്ക് ഉണ്ടാവണം. അങ്ങനെ കുറേ ഘടകങ്ങൾ അതിൽ കാസ്റ്റിങ്ങിൽ നമ്മൾ പരിഗണിച്ചിരുന്നു. ഓക്കെ, അതുപോലെ ലീഡിങ് ലേഡി ഇപ്പോൾ നമിത പ്രമോദ് ഇപ്പോൾ കുറച്ച് പടങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇതാണ് വലിയ ബ്രേക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരെ കാസ്റ്റ് ചെയ്യാനുള്ളൊരു നമിത സുന്ദരിയാണ്. അത് തന്നെയാണ് അവരെ കാസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാരണം. പിന്നെ ഈ സത്യേട്ടൻ്റെ പടത്തിൽ പുതിയ തീരങ്ങളിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഗ്രാമീണ കഥാപാത്രങ്ങൾക്ക് പറ്റുന്ന ഒരാളാണെന്ന് തോന്നിയിരുന്നു. അവരുടെ ഇൻ്റർവ്യൂസൊക്കെ വാച്ച് ചെയ്തപ്പോൾ അവരുടെ സംസാരത്തിന് ഒരു നാച്ചുറൽ ബോൾഡ്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ കാസ്റ്റ് ചെയ്തിട്ട് സെറ്റിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത് +2 പഠിക്കുന്ന സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് മനസ്സിലാവുന്നു. നല്ല ഹൈറ്റും സൗന്ദര്യവും നല്ല ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരാളാണ്. എൻ്റെ കൈനഗിരി ജയശ്രീ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ട ഒരു അത്യാവശ്യം വേണ്ട നാട്ടിൻപുറത്തുകാരിക്ക് പോകാവുന്നിടത്തോളം പോകാവുന്ന ബോൾഡ്നെസ് ഉള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ എസ് കുമാർ സാറിൻ്റെ വിഷ്വൽസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഈ ഫിലിമിൽ. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഹൂ കോൾസ് ദി അവസാനത്തെ കട്ടാരാ വിളിക്കുന്നത്? സാറ് പറയുമോ അല്ലെങ്കിൽ എസ് കുമാർ സാർ സജസ്റ്റ് ചെയ്യുമോ? കുമാർജീനക്ക് ഞാൻ എല്ലാ ഫ്രീഡവും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഗുരുനാഥന്മാരുടെ ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. കമൽ സാറാണ് എൻ്റെ ഡയറക്ഷൻ സൈഡിൽ എൻ്റെ ഗുരുനാഥൻ. തിരക്കഥ ലക്ഷണമൊത്ത തിരക്കഥ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പഠിച്ചത് ശ്രീനേട്ടൻ്റെ കൂടെയുള്ള 2 വർഷത്തെ ആദ്യ സിനിമയ്ക്കുള്ള എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിലാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ആ തിരക്കഥയിലെ എൻ്റെ ഗുരുവായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത്. എസ് കുമാർ സാറ് ഞാൻ നല്ല വിഷ്വലുകളെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുള്ളതിൽ കവിഞ്ഞ് പ്രൊഫഷണലായിട്ട് എങ്ങനെ വിഷ്വലുകളെ ഒരു സിനിമയിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് ഞാൻ പഠിക്കുന്നത് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. ഞാൻ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും എൻ്റെ പ്രൊഡക്ഷൻ സെക്ഷനോടും പറഞ്ഞിരുന്ന അദ്ദേഹം ഈ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ടെക്നോളജി ആവശ്യപ്പെട്ടാലും കൊടുക്കണം, അതിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കരുത്, അത് കൊടുത്തിരിക്കണം, അദ്ദേഹത്തിന് വേണ്ട സമയം കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. ഒരു അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് അതുപോലെയാണ് ആ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്തിട്ട്. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹവും വാത്സല്യമാണ്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും ടേസ്റ്റുകൾ സിമിലറാണ്. ഇപ്പം ചിലപ്പോൾ അദ്ദേഹത്തിനെ ക്യാമറാമാനായിട്ട് വയ്ക്കുന്ന ഒരു ഡയറക്ടർക്ക്
അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, അദ്ദേഹം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ക്ലാഷ് ഉണ്ടാവാൻ. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും വിഷ്വൽസ്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ ഒന്നാണ്, രണ്ടുപേരുടെയും ഇന്റൻഷൻ ഒന്നാണ്. രണ്ടുപേർക്കും ആഗ്രഹം കുട്ടനാട്ടിൽ ഇനി അടുത്ത കാലത്തൊന്നും ഒരാൾ ക്യാമറ വയ്ക്കരുതെന്നായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ഓരോ ഷോട്ടുകളും ചെയ്തിട്ടുള്ളത്. ഒരു ഷോട്ട് കാണുമ്പോൾ ആളുകൾ ആയിരിക്കും അപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ക്യാമറ വെക്കാനെന്നാണ്. പക്ഷെ ക്യാമറ വെച്ചിട്ടുള്ള സ്ഥലം അത് മാത്രമായിരിക്കും ക്യാമറ വെക്കാവുന്ന ഒരു സ്ഥലം. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വള്ളത്തിലും വെള്ളത്തിലുമാണ് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വള്ളത്തില് ക്യാരക്ടേഴ്സ് എങ്കിൽ വള്ളത്തിലോ അതല്ലെങ്കിൽ കരയിലോ ക്യാമറ, കരയിലാണ് ആളെങ്കിൽ ക്യാമറ വെള്ളത്തിലായിരിക്കും എന്തായാലും.